യേശു ജനിക്കുന്നതിൻ്റെയും 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരിക്കുന്നവരുടെ മേൽ ഒരു ദീപ്തി ഉദയം ചെയ്തു. അന്ധകാരത്തിൽ വസിച്ചിരുന്നവർക്ക് വേണ്ടി മഹത്തായ ഒരു പ്രകാശം ഉദയം ചെയ്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ ജനനത്തിലൂടെ അത് യാഥാർത്ഥ്യമാവുകയാണ്. ഇന്നും പക്ഷേ അനേക ആയിരങ്ങൾ അന്ധകാരത്തിലാണ്. ദുഃഖത്തിൻ്റെ, നിരാശയുടെ, പാപത്തിൻ്റെ, ഭയത്തിൻ്റെ, ശൂന്യതയുടെ, തഴക്കദോഷങ്ങളുടെ അന്ധകാരത്തിൽ ജനങ്ങൾ ജീവിക്കുകയാണ്. പക്ഷെ നമുക്ക് പ്രത്യാശ നൽകുന്നു, അന്ന് ഉദിച്ച ആ സൂര്യൻ ഇതുവരെയും അസ്തമിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 60:19 നമ്മൾ വായിക്കുന്നുണ്ട്: നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല, കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം. അപ്പം കർത്താവിൻ്റെ പ്രകാശം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ നമ്മളുടെ ജീവിതത്തെ അന്ധകാരാവർദ്ധമാക്കുന്ന, ജീവിതത്തിൻ്റെ ഉള്ളറകളിൽ ഇരുട്ട് വ്യാപിച്ചിട്ടുള്ള സകല മേഖലകളിലേക്കും കർത്താവിൻ്റെ വെളിച്ചം കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ 9:6 തുടർന്ന് ഇങ്ങനെ പ്രവാചകൻ പറയുകയാണ്: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ വിശദീകരിക്കുന്ന ഒരു പ്രവചനമാണ്. നമുക്ക് വേണ്ടി ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലാണ്. എല്ലാ ആധിപത്യങ്ങളുടെയും മുകളിലുള്ള ആധിപത്യം ഈ ശിശുവിനാണ്, യേശുവിനാണ്. അതുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ ശക്തികൾക്ക് മുകളിൽ അധികാരമുള്ളവനാണ് നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഈ ശിശു, നമുക്ക് വേണ്ടി പിറന്ന ഈ ശിശു. വിസ്മയനീയനായ ഉപദേഷ്ടാവ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഈ രാത്രിയിലും പല കാര്യങ്ങളിലും എന്താ ഇനി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുക, എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ എനിക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ എനിക്ക് കരകയറാൻ പറ്റും, എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഈ തഴക്കദോഷത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ മനസ്സിലുള്ളപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ വിസ്മയനീയനായ ഉപദേഷ്ടാവാണ്. അവൻ ശരിയായ മാർഗനിർദ്ദേശം നമുക്ക് നൽകും. അവൻ വിസ്മയനീയനായ ഉപദേഷ്ടാവാണ്. തുടർന്ന് പ്രവാചകൻ പറയുകയാണ്, അവൻ ശക്തനായിട്ടുള്ള ദൈവമാണെന്ന്. ഒരു ദൈവസങ്കല്പമല്ല യേശു. അവൻ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം, ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തന നിരതനായ ദൈവമാണ്. അവൻ ശക്തിയുള്ള ദൈവമാണ്, ഒരാശയമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരാനും ഏത് പ്രശ്നങ്ങളിലും നമ്മളെ സഹായിക്കുവാനും കഴിവുള്ള ശക്തനായിട്ടുള്ള ദൈവമാണ് നമുക്ക് വേണ്ടി പിറക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശു. വീണ്ടും പ്രവാചകൻ പറയുന്നു, നിത്യനായ പിതാവ്. നമുക്കറിയാം, പിതാക്കന്മാരിലൂടെ സംരക്ഷണം കിട്ടും, അവർ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരും. പക്ഷേ ഒരു പിതാവും നിത്യനല്ല. കുറേ കഴിയുമ്പോൾ, എത്ര ആരോഗ്യമുള്ള പിതാവിൻ്റെയും പ്രായം കൂടിക്കഴിയുമ്പോൾ ആരോഗ്യം ക്ഷയിക്കും, പിന്നീട് കിടപ്പിലാകും, ഈ ലോകത്തോട് യാത്ര പറയും. എല്ലാ കാലത്തും ആർക്കും പിതാക്കന്മാരുണ്ടാകാറില്ല. അപ്പോൾ ഇത് ഈ ഭൂമിയിലെ പിതാക്കന്മാർ നമുക്ക് നൽകുന്ന സംരക്ഷണയ്ക്ക് ലിമിറ്റേഷനുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി സ്വർഗം നൽകിയിരിക്കുന്ന ശിശു, അവൻ നിത്യനായിട്ടുള്ള പിതാവാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും നിന്നെ സംരക്ഷിക്കാൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവായി സ്വർഗം നമുക്ക് തന്നിരിക്കുകയാണ് ഈ ശിശുവിനെ. വീണ്ടും പറയുന്നു, അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്.
അപ്പം ഇത് യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് 700 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെക്കുറിച്ച് നൽകിയ പ്രവചനമാണ്. ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഈ രാത്രി തന്നിരിക്കുന്നു. സമാധാനമില്ലാത്തവർക്ക് കർത്താവ് സമാധാനത്തിൻ്റെ രാജാവായി ഈ രാത്രിയിൽ കടന്നു വരും. ഒരു പിതാവിൻ്റെ സംരക്ഷണയില്ലാതെ, സുരക്ഷിതത്വമില്ലാതെ, അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ജീവിതങ്ങൾക്ക് ഒരു പിതൃസ്നേഹമായി ദൈവം ഇന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്ന് നിന്നെ രക്ഷിക്കുന്ന ശക്തനായ ഒരു ദൈവമായി ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് രാത്രിയിൽ കടന്നു വരും. അതുപോലെ തന്നെ വിസ്മയനീയനായ ഉപദേഷ്ടാവ്, അബദ്ധങ്ങളിലേക്ക് വീണു പോകാതെ നീ എങ്ങനെ പോകണം, നീ എന്തു ചെയ്യണം എന്നെല്ലാം ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഈ രാത്രിയെ നമുക്ക് ഓരോ നിമിഷത്തെയും നമുക്ക് പ്രത്യാശയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. 115-ാം സങ്കീർത്തനം 12-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ഈ രാത്രിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അവൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരു വ്യക്തിയെപ്പോലും അവൻ തള്ളിക്കളയുകയില്ല. ആ ബോധ്യത്തോടു കൂടി നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏത് വിധത്തിലാണ് ദൈവം ഇറങ്ങി വരേണ്ടത്? വിസ്മയനീയനായ ഉപദേഷ്ടാവായി, മാർഗനിർദ്ദേശം നൽകുന്ന ഉപദേഷ്ടാവായി അവൻ കടന്നു വരും. സമാധാനമില്ലെങ്കിൽ, നിന്റെ ഹൃദയം ഇളകി മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ, സ്വസ്ഥതയില്ലാതെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ, സമാധാനത്തിൻ്റെ രാജാവായി ഈശോ ഇന്ന് കടന്നു വരും. അവൻ നിത്യനായ പിതാവായും ശക്തനായ ദൈവമായും എല്ലാറ്റിൻ്റെയും മുകളിലുള്ള അധികാരിയായും ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാം. അവൻ്റെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടുകൂടി ഈശോയെ ജീവിതത്തിലേക്ക് വിളിച്ചുകൊണ്ട് യേശുവേ എന്ന് നമുക്ക് ഒരുമിച്ച് ഉറക്കെ വിളിക്കാം. യേശുവേ എന്ന് വിളിക്കാം. യേശുവേ, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വിളിക്കാം. യേശുവേ, സമാധാനമായി നീ വരണമേ, സുരക്ഷിതത്വമായി നീ വരണമേ, ജ്ഞാനമായി നീ വരണമേ, ശക്തിയായി നീ വരണമേ, വിടുതലായി നീ വരണമേ, വിമോചനമായി നീ വരണമേ, രക്ഷയായി നീ വരണമേ. എന്റെ അന്ധകാരം എടുത്തു നിൽക്കണമേ, സാത്താന്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കണമേ, എന്നെ വിമോചിപ്പിക്കണമേ, സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.